ഇന്ന് നമ്മുടെ സെയിം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ ഒരു പ്രോബ്ലം ഞാൻ തരാൻ വന്നിട്ടുള്ള പ്രോബ്ലം അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോൾ ഡ്രോപ്ഡ് ഫ്രം എ പോയിന്റ് എ ഫോൾസ് ഡൗൺ വെർട്ടിക്കലി ടു സി ത്രൂ ദ മിഡ് പോയിന്റ് ബി. ദ ഡിസെൻഡിങ് ടൈം ഫ്രം എ ടു ബി ആൻഡ് ദാറ്റ് ഫ്രം എ ടു സി ആർ ഇൻ ദ റേഷ്യോ. അപ്പോൾ ഒരു ബോൾ ഇങ്ങനെ താഴേക്ക് വരുവാണ്. അത് ഒരു പോയിൻ്റ് എയിൽ നിന്നും സിയിലേക്ക് വരിക. ദിസ് ഈസ് എ, ദിസ് ഈസ് സി. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? എയിൽ നിന്ന് സിയിലേക്ക് വന്നു ത്രൂ ദ മിഡ് പോയിൻറ്റ് ബി. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡ് പോയിൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ബി. അപ്പോൾ ഇത് നമ്മൾ മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇത് എല്ലാം ആണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് എല്ലാം ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. കാരണം മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് ടോട്ടൽ 12 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ദ പോയിൻ്റ് ആയിരിക്കും ബി. അപ്പോൾ ഇത് നമുക്കറിയാം. നമ്മുടെ സെയിം ഇക്വേഷനിലേക്ക് വരാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ ഈ പോയിന്റിൽ യു എന്തായിരിക്കും? യു ഈസ് 0. അത് നമുക്കറിയാം. ടൈമാണ് ചോദിച്ചേക്കുന്നത്. ഈ എ ടു ബിയിലുള്ള ടൈം ടി എ ടു ബി, പിന്നെ ടി എ ടു സി, ഇതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എ ടു ബി നോക്കാം. എ ടു ബിയിൽ ഡിസ്റ്റൻസ് എ ടു ബി ഈക്വൽ ടു ഇനിഷ്യൽ 0 ആണ്, ടൈം നമുക്കറിയത്തില്ല, 0 ഇൻറ്റു ടി എ ടു ബി പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലറേഷൻ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. ആക്ച്വലി ഇത് ഗ്രാവിറ്റിയാണ്, ബട്ട് എ എന്ന് തന്നെ എടുക്കാം. എ ഇൻറ്റു ടി എ ടു ബി സ്ക്വയർ. അപ്പോൾ എസ് എ ടു ബി എത്രയാ? ഡിസ്റ്റൻസ് എ ടു ബി അതെന്ന് പറയുന്നത് എൽ. എൽ ഈക്വൽ ടു, ഇത് 0 ആയില്ലേ, 0 പ്ലസ് ഹാഫ് എ ഇൻറ്റു ടി എ ബി സ്ക്വയർ. അപ്പം നമ്മുടെ എൽ ഈസ് ഈക്വൽ ടു ഹാഫ് എ ടി എ ബി സ്ക്വയർ. ടി എ ബി സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 2L ബൈ എ അല്ലേ. അപ്പോൾ ടി എ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2L ബൈ എ. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ്. ഇനി ചോദിച്ചേക്കുന്നത് എ ടു സി. ഇതേമാതിരി തന്നെ എ ടു സി കാണുക. എ ടു സിയിൽ എസ് എ ടു സി ഈക്വൽ ടു 0 ഇൻറ്റു ടി എ ടു സി പ്ലസ് ഹാഫ് എ ഇൻറ്റു ടി എ ടു സി ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? എസ് എ ടു സി എന്ന് പറയുന്നത് 2L ഈക്വൽ ടു 0 പ്ലസ് ഹാഫ് എ ഇൻറ്റു ടി എ ടു സി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പിന്നെയും ടി എ സി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്, ഈ 2 അങ്ങോട്ട് പോയില്ലേ, 2 ഇൻറ്റു 2L ബൈ എ. ടി എ സി എന്ന് പറയുമ്പം റൂട്ട് ഓഫ് 2 ഇൻറ്റു 2L ബൈ എ. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഇത് രണ്ടുമാണ് ചോദിച്ചേക്കുന്നത്. ടി എ ബി ഈസ് ടു ടി എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 2L ബൈ എ ഈസ് ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 2L ബൈ എ. അപ്പോൾ ഒരു 2L ബൈ എ ഒരു 2L ബൈ എ ക്യാൻസലായിപ്പോൾ ഇപ്പോൾ 1 ഈസ് ടു റൂട്ട് 2 മാത്രം ബാക്കിയാണ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ, 1 ഈസ് ടു റൂട്ട് 2. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഓക്കെ, പോയടേ കാണോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ഇൻ സക്സസീവ് ഇൻ്റർവെൽസ്. സക്സസീവ് ഇൻ്റർവെൽസ് ഓഫ് ടൈം. സക്സസീവ് ഇൻ്റർവെൽസ് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ടൈമിൽ, അതായത് ഒരെണ്ണം ടി എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണെങ്കിൽ അടുത്തത് പിന്നെ അടുത്ത മിനിറ്റ്, അതായത് രണ്ടാമത്തെ മിനിറ്റ്, മൂന്നാമത്തെ മിനിറ്റ്, നാലാമത്തെ മിനിറ്റ്, അതാണ് സക്സഷൻ എന്നാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് സക്സസീവ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ചോദിച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ ലെങ്ത്ത്, മിഡ് പോയിന്റ് ഓഫ് ദ ലെങ്ത് എന്നാണ് പറഞ്ഞത്. ഇത് അങ്ങനെയല്ല, ഇത് ടൈം ഈക്വൽ ആണ്. ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, ഫോർത്ത് സെക്കൻഡ്. അതാണ് സക്സസീവ് ഇൻ്റർവെൽസ് ഓഫ് ടൈം വെൻ എ ബോഡി ഫോൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റിയിൽ താഴേക്ക് വരികയാണ്, സർട്ടൻ ഹൈറ്റ്. അപ്പോൾ ഇങ്ങനൊരു ബോൾ ഉണ്ട്, അത് താഴേക്ക് വരുവാണ്.
അപ്പോൾ അതിൻ്റെ ടൈമാണ് തന്നേക്കുന്നത് നമുക്ക് 3 ടൈം. ഇത് ആദ്യത്തെ 1 സെക്കൻഡിൽ, ഇത് രണ്ടാമത്തെ സെക്കൻഡിൽ, മൂന്നാമത്തെ സെക്കൻഡിൽ 1 2 3 ആ 3 മതിയല്ലോ. അപ്പോൾ മൂന്നാമത്തെ സെക്കൻഡിലൊക്കെയുള്ള എന്താ പറഞ്ഞേക്കുന്നത്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽ. അപ്പോൾ ഫസ്റ്റ് 1 സെക്കൻഡിൽ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. പിന്നെ നമുക്ക് എന്ന് എഴുതാം, A B C D. അപ്പോൾ A to B, ഇത് S A to B, ഇത് S A to C, അടുത്തത് S A to D. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനസ്സിലായല്ലോ. ഇത് 1ാമത്തെ സെക്കൻഡിൽ, ഇത് 2ാമത്തെ സെക്കൻഡ്, ഇത് 3ാമത്തെ സെക്കൻഡ്. അപ്പോൾ നമുക്കിത് T ആണ് എടുക്കുന്നതെങ്കിൽ അടുത്തത് എന്തായിരിക്കും? ഇത് 1 സെക്കൻഡായി, അടുത്താകുമ്പോൾ 2 സെക്കൻഡായില്ലേ, അത് 2T. ഇതാകുമ്പോൾ 3 സെക്കൻഡ്, അപ്പോൾ 3T അല്ലേ. ഇത് 1 സെക്കൻഡായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് T. ഇത് 2 സെക്കൻഡായി ഇവിടം തൊട്ട് ഇവിടെ വരെ വരുമ്പോൾ അല്ലേ, അതുകൊണ്ട് അത് 2T. 2 സെക്കൻഡ് ആയതും 2T. ഇതിന്ന് ഇവിടെ വരെ 3 സെക്കൻഡ്. അതെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ സെയിം ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. S is equal to ut plus half at². ഫസ്റ്റ് ഇനി നമുക്ക് A to Bയിൽ നോക്കാം. A to B. A to B എന്ന് പറയുന്നത് ut, യുവിൽ എത്ര, എല്ലായിടത്തും ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. കാരണം അത് മോളിൽ നിന്ന് ഫ്രീ ഫോൾ ആണ് അല്ലേ, ഫോൾസ് ഫ്രീലി. അപ്പോൾ സ്റ്റാർട്ടിങ് യു എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് നമുക്ക് 0 ആയിട്ട് വരും. പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് ഗ്രാവിറ്റിയാണ്. സോ ജി, ഇനി ടി ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടി നമുക്ക് ടി ആയിട്ട് തന്നെ എടുക്കാം, T². അതായത് ടി ഓഫ് എ ബി എന്ന് പറയുന്നത് നമ്മൾ ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടി ഓഫ് എ സി എന്ന് പറയുന്നത് 2T ആയിരിക്കും. ടി ഓഫ് എ ഡി എന്ന് പറയുന്നത് 3T ആയിരിക്കും. അതെങ്ങനെയാണ് വന്നെന്ന് മനസ്സിലായല്ലോ. സക്സസീവ് ഇൻ്റർവെല്ലാണ് പറഞ്ഞേക്കുന്നത്, 1 2 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടി ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ T². അപ്പോൾ നമുക്കിത് എഴുതാം. SAB എന്ന് പറയുന്നത് GT²/2. ഇത് നമ്മുടെ ഇക്വേഷൻ 1. ഇനി നമുക്ക് ഏതാ വേണ്ട അറിയാവുന്നത്? ഇനി A to C എടുക്കാം. A to Cയിൽ S ഓഫ് A to C എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ 0 പ്ലസ്, കാരണം അവിടെയും ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും, ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി ഓഫ് എ സി എത്രയാണ്? ടി ഓഫ് എ സി നമുക്ക് കിട്ടി 2T ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് എത്രയായിട്ട് വരും? S ഓഫ് എ സി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു 4T² ഈക്വൽ ടു ഒരു 2 ക്യാൻസൽ ചെയ്ത് പോയില്ലേ, ബാക്കി 2GT². അതായത് എസ് ഓഫ് എ സി ഇസ് ഈക്വൽ ടു 2GT². ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അടുത്തത് നമുക്ക് A to D നോക്കാം. അതായത് A തൊട്ട് D വരെ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ SAD ആണ്. ടൈം A to D എന്ന് പറയുന്നത് 3 സെക്കൻഡ്സ് ആണ്. 3 സെക്കൻഡിലാണ് 3 സെക്കൻഡ്സ്. അപ്പോൾ 3T. ഇവിടുത്തെ 1 ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതിത്രയും 3T ആയിരിക്കും. അപ്പോൾ എസ് ഓഫ് എ ഡി എന്ന് പറയുന്നത് 0 പ്ലസ് യു, അവിടെയും 0 തന്നെ, ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു നമുക്ക് 3T² 3T ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അത് എത്ര വരും? ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു 9T² അല്ലേ. അപ്പോൾ SAD എന്ന് പറയുന്നത് 9/2GT². ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ 3 ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ. പക്ഷേ ഇവർ ചോദിച്ചേക്കുന്നത്, അപ്പം നമ്മുടെ ഫസ്റ്റിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? SAB ഈസ് ടു SAC ഈസ് ടു SAD. അതാദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് GT²/2 ഈസ് ടു 2GT² ഈസ് ടു 9/2GT². അപ്പോൾ നമുക്ക് പ്രപ്പോർഷൻ ആയതുകൊണ്ട് ഇത് ഒരുമിച്ച് ആക്കണ്ടേ, അതിനുവേണ്ടി എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം പിന്നെ GT² ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഇവിടെ 1
ഈസ് ടു ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4:9 ഇതാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇവർ ചോദിച്ചേക്കുന്നത് അതായത് എസ് ഓഫ് എ ഡി എന്ന് പറയുന്നത് നമുക്കിപ്പം 1 മീറ്റർ 1 മീറ്റർ ആണെങ്കിൽ എസ് ഓഫ് എ സി എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക് 4 മീറ്റർ, ഇത് 9 മീറ്റർ, ഇത്രയാണ് കിട്ടിയേക്കുന്നത്. നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് ആണ് കിട്ടിയേക്കുന്നത്. പക്ഷേ ഇവർ ചോദിച്ചേക്കുന്നത് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് ഇൻ സക്സസീവ് ഇൻ്റർവെൽസ് ഓഫ് ടൈം. അപ്പോൾ ഇവർ ബിറ്റ്വീൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്നത് എസ് ഓഫ് എ ബി ഈസ് ടു എസ് ഓഫ് ബി സി ഈസ് ടു എസ് ഓഫ് സി ഡി. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് എസ് ഓഫ് എ ബി എ സി ഇ ഡി കിട്ടും. അപ്പോൾ ഇത് 1 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഫസ്റ്റ് നമ്മളിത് 1 മീറ്ററിന് എടുത്തു കഴിഞ്ഞാൽ 1:, അപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കണ്ടേ, 3:, ഇത് മാത്രം എത്ര വരും? ഇത് ടോട്ടൽ 9 ആണ്, അതിൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 5. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇത് എന്താ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷനായിട്ട് നമ്മൾ ഇത് എഴുതി വയ്ക്കും. അപ്പോൾ ഇത് എഴുതി വയ്ക്കും. അപ്പോൾ അത് പാടില്ല. ഇതാണ് നമ്മുടെ ആൻസർ. കാരണം ഇൻ ബിറ്റ്വീൻ പോയിന്റ്സ് ആണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു റിയൽ വാല്യൂ ഇട്ട് 1 സെക്കൻഡായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ടൈം സക്സസീവ് ഇൻ്റർവെൽ പറഞ്ഞതുകൊണ്ട് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിലാണ്. 1 സെക്കൻഡ് ഇവിടെ ആണെങ്കിൽ 1 സെക്കൻഡ് ഇവിടെ, 1 സെക്കൻഡ് ഇവിടെ, അങ്ങനെ ടോട്ടൽ ടൈം നമുക്ക് കിട്ടി. ഓരോന്നിൻ്റെ പ്രത്യേകമായിട്ട് എസ് നമ്മൾ കണ്ടുപിടിക്കുക, അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക, അത് നമ്മളിവിടെ കൊടുക്കുകയാണെങ്കിൽ 1 മീറ്റർ ആയിട്ടോ സെൻറ്റിമീറ്റർ ആയിട്ടോ കിലോമീറ്റർ ആയിട്ടോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് അടുത്തതിന്, കാരണം റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാമല്ലോ, അപ്പോൾ അതനുസരിച്ച് അടുത്തത് കിട്ടും. അടുത്ത തേർഡ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു കൺസെപ്ച്വൽ പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മളൊന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് ഇടുവാണ്. ആ ടവറിൻ്റെ ഹൈറ്റാണ് തന്നിരിക്കുന്നത്. ടവർ ഓഫ് ഹൈറ്റ് 100 meters ആൻഡ് അറ്റ് ദ സെയിം ടൈം അനദർ ബോൾ, ഒരു ബോൾ ഒരു ടവറിൻ്റെ മേലെ നിന്ന് താഴേക്ക് ഇടുന്നു. അതേ സമയം തന്നെ സെയിം ടൈമിൽ തന്നെ അനദർ ബോൾ ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ്സ്. താഴെ നിന്ന് വേറൊരു ബോൾ മുകളിലേക്കും പോകുന്നുണ്ട്, മുകളിലേക്ക് എറിയുന്നുണ്ട്. ഗ്രൗണ്ട് വിത്ത് ദ വെലോസിറ്റി 25 meter/s. ഇപ്പോൾ 25 meter/s താഴ്ന്ന് ബോൾ മുകളിലേക്ക് എറിയുന്നത്. മുകളിലത്തത് എന്തായാലും ഓഫ് കോഴ്സ് 0 എന്നായിരിക്കുമല്ലോ. Then the distance from the top of the tower at which the two balls meet. അപ്പോൾ 2 ബോൾ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. അതായത് ഇതാണ് ഒരു ടവർ എങ്കിൽ, ഇതൊരു ടവർ, ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ടവർ, ഒരു വലിയ ബിൽഡിംഗ്. അതിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് എത്രയാ? 100 meters. അപ്പോൾ ടവറിൻ്റെ ഹൈറ്റാണ് 100 meters പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇവിടുന്ന് ഒരു ബോൾ താഴേക്ക് വീഴുന്നു, അതേസമയം തന്നെ താഴെ നിന്ന് ഒരു ബോൾ മുകളിലേക്കും പോകുന്നുണ്ട്. ഇത് 2 ബോളിൻ്റെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 2 ബോളും ഏതോ ഒരു ടൈമിൽ, നമുക്കറിയത്തില്ല, ഏതോ ഒരു ടൈമിൽ ഏതോ ഒരു ഡിസ്റ്റൻസിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരേ ടൈം, ഒരു 2 കൂടെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ 2ൻ്റെ ടൈം 2 സെയിം ടൈമിലാണ് താഴ്ന്ന് മുകളിലേക്കും പോകുന്നു, മുകളിൽ നിന്ന് താഴേക്കും വീഴുന്നു. ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 25 meter/s. ഇത് മുകളിൽ നിന്ന് ഫ്രീ ഫോൾ ആയതുകൊണ്ട് നമുക്കറിയാം ഇതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി ഈസ് 0. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. ടോട്ടൽ 100 ആണ്. അപ്പോൾ ഇത് നമ്മൾ എക്സ് ആണെന്ന് വിചാരിച്ചാൽ ഇതെന്തായിരിക്കും? 100 - x. അത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും നമുക്കറിയാം. അപ്പോൾ സെയിം ടൈം ആയിരിക്കും, കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തു അപ്പം തന്നെയാണ് ഇത് മുകളിലേക്ക് പോയത്. അപ്പോൾ 2ൻ്റെ ടൈം എന്തായാലും t ആയിരിക്കും, കാരണം 2ഉം സെയിം ടൈമിലല്ലേ ഒരിടത്ത് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈക്വൽ ഒരേ സമയത്ത്. കാരണം ഇവിടെ നിന്ന് ഒരെണ്ണം താഴേക്ക്, മുകളിൽ നിന്ന് താഴേക്ക് വന്നു, താഴെ നിന്ന് വന്നു, ഒരു 3 സെക്കൻഡ് ആയപ്പോൾ 2 മീറ്റ് ചെയ്തെങ്കിൽ 2ഉം ഈക്വൽ ടൈമിലേ മീറ്റ് ചെയ്യാം, ഒരേ സമയത്തല്ലേ മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, 2ഉം സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്. ബട്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്താ അവർ ചോദിച്ചേക്കുന്നത്? ദ ഡിസ്റ്റൻസ്, ഏത് ഡിസ്റ്റൻസിലാണ് ഇവർ 2 മീറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ സെയിം ഇക്വേഷൻ നമുക്കിടാം. S = ut + ½ at². നമുക്കൊരു പോയിന്റിന് പേര് കൊടുക്കാം. ഇത് ബോൾ എ, ഇത് ബോൾ ബി. അപ്പോൾ ബോൾ എയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, എയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് എത്രയാണ്? 100 - x ആണ്
ആ എ ട്രാവൽ ചെയ്തത് അല്ലേ. അതിൻ്റെ യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു, ടൈം നമുക്ക് അറിയത്തില്ല, പ്ലസ് ഹാഫ് ഇൻറ്റു ഇത് താഴേക്ക് വരുവാണ് അല്ലേ. അപ്പോൾ അതിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ എടുക്കാം, ഇൻറ്റു ടൈം സ്ക്വയർ. ഇത് ഓക്കെ ആണല്ലോ. അതാണ് എൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ അല്ലേ. അപ്പോൾ എക്സ് അങ്ങോട്ട് പോകുന്നു, അല്ലെ എക്സ് അങ്ങോട്ട് പോകുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു, ഈക്വൽ ടു 100 മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇത് നമ്മുടെ ഇക്വേഷൻ 1. ഇനി ബീൻ്റെ കേസ് എടുക്കാം. ബി എന്ന് പറഞ്ഞാൽ ബോളിൻ്റെ കേസ് എടുക്കാം. അതിൻ്റെ കേസിൽ നമുക്ക് ഈ സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഈ എസ് ഇതിൻ്റെ കേസിൽ എത്രയാണ്? എസ് ഇതിൻ്റെ കേസിൽ, അതായത് ബീൻ്റെ കേസിൽ എസ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് അല്ലേ ഉള്ളൂ. യു എന്ന് പറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, 25 ഇൻറ്റു ടി, അത് തന്നിട്ടുണ്ട്. പിന്നെ നോക്ക്, ഇത് താഴേക്ക് വരുമ്പോൾ നമ്മൾ ജി എന്ന് എടുത്തു, ഇത് മുകളിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് എന്തെടുക്കണം? ഇത് മൈനസ് ജി. രണ്ട് ഡയറക്ഷനിലല്ലേ, ഒരെണ്ണം താഴേക്ക് വരുന്നു, ഒരെണ്ണം എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ് പോകുന്നത്. അല്ലെങ്കിൽ അത് നമുക്ക് മൈനസ് എടുക്കാം, ഇത് പ്ലസ് എടുക്കാം, എനിവേ ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ കേസിൽ എക്സ് എന്ന് പറയുന്നത് 25 ടി മൈനസ് ജി ടി സ്ക്വയർ ബൈ 2. രണ്ടെണ്ണം നമുക്ക് കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കൂടെ നോക്കിക്കുക, രണ്ടും എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു ആണ്. അപ്പോൾ നമുക്ക് എക്സിനെ മാറ്റി ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാമല്ലോ. അതായത് ഫ്രം 1 and 2 രണ്ടും കമ്പൈൻ ചെയ്യുമ്പം 100 മൈനസ് ജി ടി സ്ക്വയർ ബൈ 2, ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ, ജി ടി ഈക്വൽ ടു 25 ടി മൈനസ് ജി ടി സ്ക്വയർ ബൈ 2. അപ്പോൾ നമുക്ക് സെയിം ക്യാൻസൽ ചെയ്തങ്ങ് പോവാം. ഇവിടെ ജി ടി സ്ക്വയർ, അവിടെ ജി ടി സ്ക്വയർ ബൈ 2, ഇവിടെ ജി ടി സ്ക്വയർ ബൈ 2. അപ്പോൾ 100 ഈക്വൽ ടു 25 ടി. അപ്പോൾ 25 ടി ഇസ് ഈക്വൽ ടു 100. ടി എന്ന് പറയുന്നത് എത്രയാ? 100 ബൈ 25 എന്ന് വെച്ചാൽ 4 സെക്കൻഡിലാണ്. 4 സെക്കൻഡ് ആകുമ്പോൾ രണ്ടും ഒരേ ടൈമിൽ തുടങ്ങി 4 സെക്കൻഡ് ആകുമ്പോൾ ഇത് രണ്ടും കൂടി ഇവിടെ മീറ്റ് ചെയ്യും. അപ്പോൾ ടി നമുക്ക് കിട്ടിയേ. പക്ഷേ നമ്മളോട് ചോദിച്ചേക്കുന്ന ടി അല്ല, അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എക്സ് ആണ് ചോദിച്ചേക്കുന്നത്. എക്സ് അല്ലെങ്കിൽ 100 മൈനസ് എക്സ്, എക്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാം. എക്സിൻ്റെ ഒരു ഇക്വേഷനിൽ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ടി എന്നിട്ട് നമുക്ക് ഏത് ഇക്വേഷനിൽ എടുക്കണം? ഇതെടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 100 മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100 മൈനസ് ഹാഫ് ഇൻറ്റു ജി നമുക്ക് 9.81 ഇൻറ്റു നമ്മുടെ ടി എത്രയായിട്ടെ 4 സെക്കൻഡ്സ്, 4 ഇൻറ്റു 4. അപ്പോൾ ഇതങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി 2. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വരും? എടുക്കാവേ. 9.81 ഇൻറ്റു 24 അല്ലേ. അപ്പം 981 ഇൻറ്റു 8 വരുമ്പോൾ 64 6 72 മാറും 78. അപ്പോൾ 78.48 ആണ് നമുക്കിത് കിട്ടുന്നത്. ഈക്വൽ ടു 100 മൈനസ് അല്ലേ 78.48 ആണ് നമുക്ക് എക്സ് കിട്ടിയേക്കുന്നത്. എക്സ് എവിടെ നിന്നാണ് ചോദിച്ചേക്കുന്നത്? ഇതാണ് നമ്മുടെ എക്സ്. ദെൻ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 100 മൈനസ് 78.8 ആണ് നമുക്ക് എക്സ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ടോപ്പ് ഓഫ് ദ ടവറിൽ നിന്നാണ് നമുക്ക് ചോദിച്ചേക്കുന്നതെങ്കിൽ നമുക്ക് എക്സ് അല്ല വേണ്ടത്, 100 മൈനസ് എക്സ് ആണ്. 100 മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മൈനസ്, ഇത് ഞാൻ കുറയ്ക്കണ്ടല്ലോ എന്ന് കരുതിയതാണ്, 100 പ്ലസ് 78.48 ഈക്വൽ ടു 78.48 മീറ്റേഴ്സ്. ഇതെന്താ വന്നെന്ന് മനസ്സിലായല്ലോ. എക്സ് അല്ല ചോദിച്ചിരിക്കുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 100 ആണ്, ടോപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 100 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ കുറയ്ക്കേണ്ടെന്ന് കരുതി, കാരണം ഓൾറെഡി 100 കൊണ്ട് മൈനസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് കുറയ്ക്കേണ്ടെന്ന് കരുതി അങ്ങനെ തന്നെ എഴുതിയേക്കുന്നതാണ്. എനിക്കൊന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ വാല്യൂ എഴുതുക. എത്ര വരും? 100 നിന്ന് 78.48 കുറച്ച് കഴിഞ്ഞാൽ 2 5 അല്ലേ. ഇതിൽ 1, ഇത് 21 അല്ലേ.
അപ്പോൾ ഇത് നമുക്ക് 21.52 കിട്ടും. പിന്നെ 100 നിന്ന് 21.52 കുറച്ചാൽ മതി. അപ്പോൾ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടും. ഇതുമായിട്ട് മാച്ച് ആവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇത് തന്നെ 78.4 ആണ്. കാരണം ഒരു ഡിജിറ്റ് മാറിപ്പോയി. 78.4 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിതൊരു ഹോംവർക്ക് പ്രോബ്ലമാണ്. 2025 കീമിൽ വന്ന പ്രോബ്ലമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായി. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് സ്പീഡപ്പ് ആക്കാം. ഇക്വേഷൻ അറിയാൻ പ്രോബ്ലം ചെയ്താൽ സ്പീഡപ്പ് ആക്കാം. പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുക. ഇതിൻ്റെ ആൻസർ കമൻറ്റിൽ ഇടുക. അപ്പോൾ ഞാൻ പ്രോബ്ലം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി, ഒരു ബോളാണെന്ന് വിചാരിക്കുക. ഫ്രീലി ഫോളിംഗ് ബോഡി ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ ടേക്സ്, അത് മുകളിൽ നിന്ന് താഴേക്ക് ഇടുകയാണ് ഒരു ടവറിൻ്റെ. ദാറ്റ് ടേക്സ് 3 seconds and 5 seconds ടു ക്രോസ് ദ 28th floor and 4th floor റെസ്പെക്റ്റീവ്ലി. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലാറ്റ് ആണെന്ന് കരുതുക. അതിൻ്റെ ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ഒരു ബോൾ താഴേക്ക് വീഴുകയാണ്, എന്തെങ്കിലും സാധനം താഴേക്ക് വീഴുകയാണ്. അത് അതിൻ്റെ 28th ഫ്ലോറിൽ 28th ഫ്ലോറിൽ അത് എത്ര സെക്കൻഡിൽ വന്നു? 3 സെക്കൻഡിൽ എത്തി. 4th ഫ്ലോറിൽ അത് വന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th seconds. ഇവിടെ നിന്ന് 5 seconds ആയപ്പം അത് എവിടെ എത്തി? 4th ഫ്ലോറിൽ എത്തി. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ബോഡി താഴേക്ക് വരുന്നു, 28th ഫ്ലോറിൽ അത് എത്തിയപ്പോൾ 3 സെക്കൻഡായി. 4th ഫ്ലോറിൽ എത്തിയപ്പം അത് 5 സെക്കൻഡ് എടുത്തു. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ദെൻ ദ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്ലോർ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം, ഇക്വേഷൻ അറിയാം, ജി അറിയാം, ഈ 2 ടൈം തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ 2 ഫ്ലോറും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര ഡിസ്റ്റൻസ് ആണ് ഇത് രണ്ടും തമ്മിലുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ജി നിങ്ങൾ 10 ആയിട്ട് എടുത്താൽ മതി. ഈസി ടു കാൽക്കുലേറ്റ്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് 2025 കീമിൽ വന്ന പ്രോബ്ലമാണ്. അതിൻ്റെ ആൻസർ കീ നോക്കി എഴുതണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ചോദിക്കുക. അല്ലെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. പേപ്പർ പേന എടുക്കുക, ഇപ്പം തന്നെ ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. 1 മിനിറ്റിനുള്ളിൽ ചെയ്യേണ്ട പ്രോബ്ലംസാണ് ഇതെല്ലാം. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഉറക്കം തൂങ്ങിയിരിക്കാതെ ഫാസ്റ്റായിട്ട് എല്ലാം നമ്മൾ ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിച്ചാലേ നമുക്ക് കൈക്ക് നല്ല സ്പീഡ് കിട്ടത്തുള്ളൂ. പ്രോബ്ലംസ് നമ്മുടെ മനസ്സിലേക്ക് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പം വരത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുക. ഇതിൻ്റെ ആൻസർ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഇടുക. ഓക്കെ, ബൈ.